ഹലോ ഗായ്സ്, ഇന്ന് ഇവിടുത്തെ കുടുംബത്തിലൊരു സന്തോഷ വിശേഷമുണ്ട്. ഓക്കെ, എൻ്റെ കസിൻ ബ്രോയുടെ എൻഗേജ്മെൻറ്റാണ്. പെണ്ണും കുട്ടിയും വരുന്നുണ്ടായിരുന്നു. ഓക്കെ, നല്ല മഴയായിരുന്നു ഗായ്സ്. അപ്പോഴാണ് അവർ വന്നത്. അവർ പൂക്കൾ കൈമാറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് വെറും പൂക്കളല്ല ഗായ്സ്, 2 ഹൃദയങ്ങൾ കൈമാറി ഷേക്കാൻ്റൊക്കെ കൊടുത്ത് ആൾക്കൊരു ചമ്മലൊക്കെ വന്ന് പിന്നെ കൈക്ക് പിടിച്ച് പ്രാണസഖി കയറി വരുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറ്റുകയാണ് ഗൈസ്. അതിനുശേഷം വീട്ടുകാരെല്ലാവരെയും നമ്മൾ അകത്തേക്ക് ക്ഷണിച്ചു. അവരകത്തേക്ക് കയറി ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അതിനോട് കൂടെയാണ് നമ്മൾ ചടങ്ങ് ആരംഭിച്ചത്. പ്രാർത്ഥനയോടെ ആണല്ലോ നമ്മളെല്ലാത്തിനും തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം മൂത്ത കാർന്നോരാണ് അടുത്ത കല്യാണ ഡേറ്റും കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ചടങ്ങുകളും നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ കുറച്ച് ചടങ്ങുകളും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഇരിക്കാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് ഇരിക്കാൻ ഉള്ള സമയം ബാക്കിയില്ല, കാരണം ഇനിയും ചടങ്ങുകൾ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ചെറുക്കൻ്റെ പെങ്ങളിപ്പോൾ വരുന്നുണ്ട്. ചെറുക്കൻ്റെ അഞ്ജു എന്നാണ് പേര്. ഒരു കൊട്ട ചോക്ലേറ്റാണ് അവൾ സ്വന്തം നാത്തൂന് നൽകി സ്വീകരിക്കുന്നത്. ഓക്കെ, സന്തോഷത്തോടെ കുട്ടി അത് സ്വീകരിച്ചു. അതിനുശേഷം അമ്മായിയമ്മ വന്ന് മോൾക്ക് ചെറിയൊരു മോതിരമൊക്കെ ഇട്ട് കൊടുത്ത് സോപ്പിട്ട് പിന്നെ പിന്നെ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് മോളും തിരിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയുള്ളത് അവൻ്റെ അച്ഛനാണ്. അച്ഛൻ വന്ന് മോൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി മോളുടെ ഫാദർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിൽക്കുകയാണ്. അതിനുശേഷം ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവരെയും വെൽക്കം ചെയ്തു. ഹായ് അശ്ലി, ഒരു ഹായ് പറഞ്ഞേ. ഹായ് അശ്ലി, ഹായ്. ഓക്കെ, ചമ്മണ്ട അശ്ലി. പിന്നെ അവരിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. തീരുമാനിച്ചു, ഡേറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ക്യാമറാമാൻ വന്ന് നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ആശ്ലിയുടെ ഫാമിലി നിന്ന് ഫോട്ടോ എടുത്തു. ആശ്ലിക്ക് ഒരു ബ്രദറ്, പപ്പ, മമ്മ, ഇവരാണ് ആശ്ലിയുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ചെറുക്കൻ്റെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടിലും അത് ഇതുപോലെ തന്നെയാണ്. അപ്പനും അമ്മയും ഒരു പെങ്ങളുമാണ് ഉള്ളത്. പെങ്ങളുടെ മാരേജ് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ കൊച്ചിനൊരില്ല, അവളുടെ ഹസ്ബൻഡില്ല, അവൻ പുറത്താണ്. കല്യാണത്തേക്ക് അവൻ വരും. എൻഗേജ്മെൻറ്റ് സമയമാകുമ്പോഴത്തേക്ക് അവൻ വരും. ജുബിൻ എന്നാണ് അവൻ്റെ പേര്. അതിനുശേഷം ചെറുക്കൻ്റെ ഫാമിലി നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് അപ്പോൾ കല്യാണ ഡേറ്റും കാര്യങ്ങളും ഇതിനോടിടയ്ക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണം മനസ്സമ്മതം ഒക്ടോബർ 18 കല്യാണം ഒക്ടോബർ 25 തീയതിയുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പെൺകൊച്ചിയുടെ വീട് പാലായിലാണ്. അവിടെയാണ് എൻഗേജ്മെൻറ്റ്. പിന്നെ അവർ ഫുഡിനിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആരെയും ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. നന്നായിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. അതിനുശേഷം അവർക്ക് നമ്മളൊരു അവസരം കൊടുത്തിട്ടുണ്ട്. മേളിൽ പോയി ഇരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേരും കൂടെ പോയി സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൈയും കാലും ഒക്കെ എടുത്ത് ഭയങ്കര സംസാരമൊക്കെ പറയുന്നുണ്ട്. ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ഞാൻ ഒളിച്ചിരുന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിന് ശേഷം ചെറിയ കാപ്പിയൊക്കെ കൊടുത്തു. കാപ്പിയും കേക്കും ഒക്കെ കഴിച്ച് അവരെ പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥിച്ചിട്ട് അവരിറങ്ങാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു, അവരിറങ്ങുകയാണ്. അപ്പോൾ നമുക്കിനിയും അടുത്ത എൻഗേജ്മെൻറ്റിന് കാണാം ഗൈസ്. ഓക്കെ, ബൈ.